ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ക്രിസ്തു യേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതി, വലിയ നൊയിമ്പിലെ ഊശാന ബുധൻ. സന്ധ്യയുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 9-ാം അധ്യായം 1 വരെയും, പ്രഭാതത്തിൻ്റെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങളാണ് പരിശുദ്ധ സുറിയാനി സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മ നിറവിൽ തലമുറകൾക്കായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. ഈ 2 വേദഭാഗങ്ങളിലെയും പ്രമേയം ഒന്ന് തന്നെയാണ്. പടകിൽ അമരത്ത് ഉറങ്ങുന്ന കർത്താവ്, ഉയരുന്ന തിരകളും ഭയവിഹ്വലരാകുന്ന ശിഷ്യന്മാരും, യേശുവിൻ്റെ വാക്കാൽ ശാന്തമാകുന്ന അന്തരീക്ഷവും, ഒടുവിൽ പിശാച് ബാധിതരുടെ സൗഖ്യവുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. 2 പെരിക്കോപ്പയായിട്ടാണ് ഈ വേദഭാഗം കാണുന്നത്. ഒന്ന്, കടലിനെ ശാന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട്; 2, പിശാച് ബാധിതരെ ശാന്തമാക്കുന്നത്. കടലിൽ അപ്രതീക്ഷിതമായുണ്ടായ തിരയിളക്കവും കാറ്റും കോളും ശിഷ്യന്മാരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. തണ്ടുവലിച്ചും കടലിൽ പോരാടിയും ശീലമുള്ളവർ പടകിനെ തീരത്തെത്തിക്കാൻ പരിശ്രമിച്ചിട്ടും വല്ലാതെ ഉള്ളുലഞ്ഞ് നിൽക്കുന്നു. കടലിനോടും തിരകളോടും സന്ധിയില്ലാ സമരം നടത്തിയവർ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒടുവിൽ തോറ്റു നിൽക്കുന്ന രംഗം തിരുവചനത്താളുകളിൽ നാം വായിക്കുന്നുണ്ട്. വീശിയടിച്ച കാറ്റിലും കോളിലും ഭയന്നുപോയവർ പടകിൻ്റെ അമരത്ത് ഉറങ്ങുന്ന തങ്ങളുടെ ഗുരുവിനെ മറന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, കുരുടന് വെളിച്ചത്തിൻ്റെയും ചെകിടന് ശബ്ദ സൗന്ദര്യത്തിൻ്റെയും ലോകം കാട്ടിക്കൊടുത്തവൻ, മുടന്തന മാൻപേടകൾക്ക് തുല്യം കാലൂന്നി നിൽക്കാൻ ബലമേകിയവൻ, 5 അപ്പം കയ്യിലിട്ടമ്മാനമാടി 5000 പോഷിപ്പിച്ചവൻ, അങ്ങനെ എത്രയെത്ര വിസ്മരീയ കാഴ്ചകൾ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞവർ പടകിൻ്റെ അമരത്ത് ഉറക്കം നടിച്ചു കിടക്കുന്നവൻ തങ്ങളെ കരുതുമെന്ന വിശ്വാസ ഉറപ്പ് ഇല്ലാതെ പോയോ? ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നൊരു വല്ലാത്ത ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ഉള്ളുലയ്ക്കുന്ന ചോദ്യം. കൂടെ കൊണ്ടു നടന്ന് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ എന്ന് പ്രത്യാശയുടെ പാഠം പഠിപ്പിച്ചവൻ്റെ മുഖത്ത് നോക്കി പ്രിയ ശിഷ്യന്മാർ ഇങ്ങനെ പറയുമ്പോൾ ഏത് നല്ല ഗുരുവും മനസ്സൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഭീരുക്കളാകുന്നത് എന്തിന് നിങ്ങൾ ഭയക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതെന്ത് എന്നിങ്ങനെയൊക്കെ യേശുതമ്പുരാൻ ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ചോദ്യം നാം ഓരോരുത്തരോടുമാണ്. ചെറിയൊരു രോഗം വരുമ്പോൾ, പരീക്ഷയിൽ അല്പം പിറകിലാകുമ്പോൾ, സമയത്ത് വിവാഹം നടക്കാത്തപ്പോൾ, വീട് പണി നീണ്ടുപോകുമ്പോൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു തിരകൾ ജീവിത പടകിനെ ചെറുതായി ഒന്ന് ഉലയ്ക്കുമ്പോൾ നാം വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, വിശ്വാസം നഷ്ടപ്പെടുന്നു. എത്ര വലിയ കോളിലും തിരകളിലും ആടി ഉലയുമ്പോഴും പടകിൻ്റെ അമരത്ത് നമ്മുടെ നാഥനുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നാം ആർജിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അവൻ ഉറങ്ങുന്നതായി നമുക്ക് തോന്നും. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ലെന്ന് സങ്കീർത്തകൻ പറയുന്നില്ലേ? ഇനി അഥവാ ഉറങ്ങുകയാണേലും, ഉറങ്ങുന്നവൻ്റെ സാന്നിധ്യമാണേലും മതി, എൻ്റെ ജീവിതം താളടിയാവാൻ അവൻ അനുവദിക്കുകയില്ലെന്നുള്ള ഉറപ്പ് ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകട്ടെ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല.
ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഗദരാദേശത്ത് ജനത്തിൻ്റെ സ്വസ്ഥത കെടുത്തിയിരുന്ന അതിഭീകരമായ പൈശാചിക ബാധയുള്ള 2 മനുഷ്യരുടെ സൗഖ്യമാകലാണ് നമ്മുടെ രണ്ടാമത്തെ ധ്യാനചിന്ത. സെമിത്തേരികളിൽ കഴിഞ്ഞിരുന്നവർ, യേശു ദൈവപുത്രനെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞവർ, മനുഷ്യർക്ക് സമാധാനത്തോടെ അതുവഴി പോകാൻ പോലും കഴിയാത്ത വിധം അക്രമകാരികളായിരുന്നവർ. പക്ഷെ തമ്പുരാൻ അവരെ സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, അഥവാ ഭൂതോച്ചാടനം നടത്തുവാൻ ശ്രമിച്ചപ്പോൾ, അവർ പന്നിക്കൂട്ടങ്ങളിൽ കയറുവാൻ അനുവാദം വാങ്ങിച്ച് അപ്രകാരം സംഭവിക്കുന്നു. പക്ഷെ എല്ലാ പന്നികളും ഒരുമിച്ച് ഓടി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ഈ ഓട്ടം മലമുകളിലെത്തിയാൽ താഴേക്ക് കടലിൽ വീണ് മരിക്കുമല്ലോ, പിന്നെ എന്തിന് ഈ ഓട്ടം എന്ന് ഒരു പന്നിയെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാം രക്ഷപ്പെട്ടേനെ എന്നൊരു പാഠഭേദം കൂടി ഇതിൽ കാണുവാൻ കഴിയണം. അർത്ഥമില്ലാത്തതും അർത്ഥം അറിയാത്തതുമായ പലതും പാരമ്പര്യം എന്ന ഓമന പേരിൽ വിളിച്ച് സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പലതും കാണുമ്പോൾ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുവാനും ഒരു തലമുറയുണ്ടായെങ്കിൽ മാത്രമേ വംശനാശം കൂടാതെ ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ഈ വേദഭാഗത്തെ അതിദയനീയമായ ഒരു കാഴ്ച മേൽപ്പറഞ്ഞതല്ല, മറ്റൊന്നാണ്. ഭൂതോച്ചാടനം നടത്തി, അതായത് ഭൂതബാധിതർക്ക് സൗഖ്യം നൽകിയ ക്രിസ്തുവിനോട് ആ ദേശത്തെ ജനം പറയുന്നത് തങ്ങളുടെ നാട് വിട്ടു പൊയ്ക്കൊള്ളണം എന്നാണ്. സൗഖ്യത്തെക്കാളും രോഗത്തെ ഇഷ്ടപ്പെട്ട ജനം, ദൈവത്തെക്കാൾ മാമോനെ സേവിച്ച ജനം, അറിഞ്ഞോ അറിയാതെയോ ലോകസുഖ സമ്പത്തുകൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചലിൽ നാം ഒഴിവാക്കുന്നത് വിശുദ്ധ കുർബാനയെയാണ്. ഞായറാഴ്ച ആചരണം പോലും നമുക്ക് പ്രാധാന്യമില്ലാത്തതായി മാറുന്നുവെന്നതും, വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കാൾ ലോകത്തിൻ്റെ ക്ഷണിക സുഖങ്ങളിലേക്ക് നാം വഴുതിപ്പോകുന്നു എന്നതും നമ്മെ ഭാരപ്പെടുത്തുന്നതേയില്ല. പെരുന്നാളും ആനയും ചെണ്ടമേളവും ബാൻഡ് സെറ്റും നമുക്ക് പ്രാധാന്യവും അരുമനാഥൻ്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളിയാകേണ്ടത് നമുക്കൊട്ടും പ്രാധാന്യമല്ലാത്തതായി മാറുകയും ചെയ്തു വരുന്നുവെന്നത് നമ്മെ ഭയപ്പെടുത്തണം. സൗഖ്യദായകനായ യേശു ആ ദേശത്തിൽ തന്നെ എന്നാളും കാണണമെന്നല്ല, ദേശം വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് ജനം പറഞ്ഞത്. നമ്മുടെ പ്രയോറിറ്റി ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. സമ്പാദനത്തെക്കാൾ ദൈവസമ്പാദനം അത്യുത്തമമെന്ന് പഠിപ്പിച്ച പുണ്യപ്പെട്ട പിതാക്കന്മാർ പഠിപ്പിച്ചവ ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉറക്കം കെടുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്ത് നീ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നിനക്ക് നന്ദി. കടലിൽ ഞങ്ങൾ വല്ലാതെ തിരയിളക്കങ്ങളിൽ പെടുമ്പോൾ ശാന്തമായി ഇരിക്കുവാൻ നിന്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളെ പഠിപ്പിക്കട്ടെ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിന്നെയാണ് സമ്പാദിക്കേണ്ടത്, ലോകത്തെയല്ല സമ്പാദിക്കേണ്ടതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ തിരുവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. കർത്താവെ, ലോകസമ്പാദനത്തെക്കാൾ ദൈവസമ്പാദനം അത്യുത്തമമെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കർത്താവിനെ സമ്പാദിച്ച് അവൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ച അമ്മേ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.